Hi, welcome to Hot Picks from today's newspaper, The Hindu, 3rd August 2025. ISRO targets 2027 launch for LVM-3 semi-cryogenic stage. ISRO LVM-3 with the semi-cryogenic stage 2027 ലോഞ്ച് ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. LVM-3 മുൻപ് അറിയപ്പെട്ടിരുന്നത് GSLV Mk3 എന്നാണ്. അത് ഡിസംബർ 2014 എക്സ്പെരിമെൻ്റൽ ഫ്ലൈറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരുന്നു. LM3യുടെ ഇപ്പോഴത്തെ കേപ്പബിലിറ്റി നോക്കുമ്പോൾ അതിന് 4200 കിലോഗ്രാം പേലോഡ്സ് വരെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും GTO ഓർബിറ്റിലേക്ക്. GTO എന്ന് പറയുന്നത് ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് ആണ്. LH0 കോർ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് പ്രൊപ്പലൻ്റ് ആണ്. ഇതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് പറയുന്നത് LH0 സ്റ്റേജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സെമി ക്രയോജനിക് സ്റ്റേജാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിലേക്ക് ലിക്വിഡ് ഓക്സിജനും റിഫൈൻഡ് കെറോസിനുമാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതുവഴി അതിൻ്റെ പേലോഡ് കപ്പാസിറ്റി 28 ടൺസിൽ നിന്നും 32 ടൺസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സെമി ക്രയോജനിക് എൻജിൻസിന് സ്പെഷ്യൽ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്സിഡൈസർ റിച്ച് കമ്പഷനും അതുപോലെ ഹൈ ടെമ്പറേച്ചറും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടാണ് ഈ സ്പെഷ്യൽ മെറ്റീരിയൽസ് വേണ്ടി വരുന്നത്. LVM-3 ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി ISROയുടെ ഫ്യൂച്ചർ ലോഞ്ചിലേക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുവഴി കൊമേഴ്ഷ്യൽ ലോഞ്ച് വെഹിക്കിൾസിലൊക്കെ ഇന്ത്യയെ ഒരു മേജർ പ്ലെയർ ആയിട്ട് മാറ്റാനായിട്ടും സാധിക്കും.